മോർണിംഗ് ടാസ്കിൽ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് തന്നെ വിളിച്ചതിൻ്റെ സങ്കടം സരികയോടും ചാരികയോടും പറയുകയാണ് രേണുസുതി. എന്നാലും അയാൾ എന്നെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുമ്പോൾ അതിൽ എത്ര അർത്ഥങ്ങളുണ്ട്, എത്ര മോശമായ പ്രയോഗമാണ് അത് അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് സ്ത്രീത്വത്തിന് മേലുള്ള കടന്നുകയറ്റമല്ലേ ചേച്ചി? ഒന്നുമില്ലെങ്കിലും ഞാനങ്ങ് ഉരുകയില്ലാതായിപ്പോയി. അത്രയധികം നാണക്കേടോടുകൂടിയാണ് അയാൾ വിളിച്ചപ്പോൾ അയാളുടെ അടുത്ത് പോയി നിന്നതും എല്ലാവരെയും നോക്കിയതും. ഇത്രയും വേദന എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നെ പലരും പലതും വിളിക്കാറുണ്ട്, എങ്കിൽ പോലും ഞാനതൊക്കെ കേട്ടാതെ അല്ലെങ്കിൽ കാണാതെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയുമ്പോൾ അത് അത്രയും വലിയ നാണക്കേട് തന്നെയല്ലേ? ഇതെല്ലാം പറഞ്ഞിട്ട് രേണുസുതി മുറിയിലേക്ക് പോവുകയാണ്. അവിടെ നൂറയോടും സങ്കടം പറയുന്നുണ്ട്. നൂറ, എൻ്റെ ഭർത്താവ് ഒരു കലാകാരനാണ്, കലാകാരൻ്റെ വിധവയാണെന്ന് പോലും ഓർത്തില്ലല്ലോ. പോട്ടെ, 2 കുഞ്ഞുങ്ങളെ നോക്കി നടത്തുക, ഭർത്താവിൻ്റെ മരണശേഷം ജോലിക്ക് പോയി കുടുംബം പുലർത്തുക, ഇതൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതം പോകുന്നത് കണ്ടില്ലേ, എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ, അയാളെങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പാവം രേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രേണു അവിടെ നിന്ന് എണീറ്റ് പോയി കരയുകയാണ് പുറത്തിരുന്ന്.